നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 14/2/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം മാർക്കറ്റ് വില RSS പോർക്കിൽ 216, RSS പൈക്കിൽ 211, ISNA20 188, ലാറ്റക്സ് 60% DRCയിൽ 146 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS പോർക്കിൽ 216, RSS പൈക്കിൽ 211. ഇതാണ് കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 138, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 103 രൂപ 50 പൈസ. ഇനി കേരളത്തിലെ മറ്റിന ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 187 മുതൽ 192 രൂപ. അഗർത്തല വില നോക്കുമ്പോൾ RSS പോർക്കിലോ 206, RSS പൈക്കിലോ 203. ഫീൽഡ് ലാറ്റക്സ് 195, ഫാക്ടറി 205, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 9750, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 11700, 35% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 13650. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS പോർക്കിലോ 236 രൂപ 79 പൈസ, RSS പൈക്കിലോ 236 രൂപ 35 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS പോർക്കിലോ 208, RSS പൈക്കിലോ 203, ISNA20 180 മുതൽ 180 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 118 മുതൽ 130 രൂപ. ഇതാണ് റബ്ബർ വില. മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,635, ഒരു പവന് 1,17,080. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,966, ഒരു പവന് 1,27,728. അതുപോലെ 18 ക്യാരറ്റ് രൂപ 14,974, ഒരു പവൻ 95,792. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 95 രൂപ, ഒരു പവന് മുകളിൽ 760 രൂപയാണ് കുറഞ്ഞത്. കടയിൽ സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ GST ഹോൾമാർക്കും പണിക്കൂലിയും കൊടുക്കേണ്ടതാണ്. സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്ററിന് 410, കൊപ്ര എടുത്തുപടി 151, കാഞ്ഞിരക്കുരു 1850, കശുവണ്ടി 140, കൊക്ക 300, കച്ചോലം ഉണങ്ങിയത് 500, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300, ഗ്രാമ്പു 800, ഗ്രാമ്പു നാടൻ 925, നെല്ല് കിൻഡൽ 2500, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, പിണ്ണാക്ക് എസ്പെലാർ 49, റോട്ടറി 41, കുരുമുളക് അൺകാർബിളുകൾ 698, കുരുമുളക് കാർബിളുകൾ 718, കുരുമുളക് പുതിയത് 688, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സെല്ല് 185, വാഴക്കുളം പൈനാപ്പിൾ പച്ച 46, പഴം 55, കുരുമുളക് വയനാടൻ 695, ചേട്ടൻ 685, കാപ്പിക്കുരു 36,000. എന്തായാലും കനത്ത വേനലിൽ റബ്ബർ മരങ്ങളുടെ ഇടയ്ക്ക് ഉണക്കക്കരിയിലാകാം മറ്റും കിടക്കുന്നത് കാരണം തീ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനായി റബ്ബർ മരങ്ങളുടെ അടുത്തുള്ള കരിയില മാറ്റിയിടുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ തീ വല്ലതും അത് അറിയാതെ പിടിക്കുകയാണെങ്കിൽ ആ മരം മൊത്തം നശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി പേരുടെ മരങ്ങളാണ് ഇപ്പോൾ നശിച്ചത്. യഥാർത്ഥ ഫയർഫോഴ്സ് വണ്ടി പോലും വരാതെ വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും. ആ സന്ദർഭത്തിൽ വളരെയേറെ സൂക്ഷിക്കുക. വേനൽക്കാലമായതുകൊണ്ടുകൂടി നിരവധി നാശനഷ്ടങ്ങളാണ് റബ്ബർ മരങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.